Hey guys, this is all new Royal Enfield Guerrilla 450. ഫസ്റ്റ് കണ്ടപ്പോഴേക്കും ഹിമാലയൻ്റെ സെയിം ലുക്കിൽ വേറൊരു ബൈക്ക് അത്ര എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. കാരണം കുറേ പാർട്സ് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ വൺസ് ഇത് കയറിയിരുന്ന് റൈഡ് ചെയ്ത് ഒരു സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബൈക്ക് ആക്ച്വലി എന്താണ്, അല്ലെങ്കിൽ ഇതിലെന്താണ് ഇതിൻ്റെ പവർ എന്ന് എനിക്ക് മനസ്സിലായത്. നെക്സ്റ്റ് ലെവൽ സാധനമാണ് റോയൽ എൻഫീൽഡ് ഇതിൽ ചെയ്തേക്കണത്. കാരണം നമുക്കൊരു ഡ്യൂക്ക് അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവായിട്ടുള്ള ബൈക്സൊക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഒരു ടോർക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിൻ, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്ക്, ആ ഒരു സെയിം സ്പെക്കിലാണ് ഈ ബൈക്ക് ഇത് ചെയ്തേക്കണത്. കാരണം കുറച്ച് യങ് ആയിട്ട് കുറച്ച് നല്ല എന്താ പറയണ നല്ല അഗ്രസീവായിട്ടൊക്കെ ഓടിക്കാൻ പറ്റുന്ന റൈഡേഴ്സിന് വേണ്ടിയുള്ള മുതലാണിത്. ഇപ്പോൾ ഈ അടുത്ത് ഒരു ഈവൻറ്റിൽ നമ്മൾ കണ്ടായിരുന്നു ഈ ബൈക്ക് സ്റ്റണ്ട് പെർഫോമൻസിനൊക്കെ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര ഈസി ആയിട്ട് സ്റ്റണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ബൈക്കിൻ്റെ ഓവറോൾ ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഹിമാലയൻ്റെ സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല പവറായിട്ടുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം ഹിമാലയൻ്റെ ഹെഡ്ലൈറ്റ് പുതിയ 450യുടെ. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ നോക്കുമ്പോഴേക്കും ടെലിസ്കോപ്പിക് ആയിട്ടുള്ള അത്യാവശ്യം ലോങ് ട്രാവലിങ്ങുള്ള ഒരു സസ്പെൻഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബൾക്കി ആയിട്ടുള്ളൊരു വീലാണ് കമ്പനി കൊടുത്തേക്കണം. നല്ല വണ്ണമുണ്ട് വീലിന്. പിന്നെ അതേപോലെ തന്നെ അത് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. 120 ഫ്രണ്ടും 160 ബാക്കും ടയേഴ്സ് വരുന്നുണ്ട്. സിയേറ്റിൻ്റെ ടയറാണ് ഇതിൽ കിടക്കുന്നത്. പിന്നെ അലോയ് വീലിലാണ് വണ്ടി വരുന്നത്. കാരണം ഇത് മെയിൻലി ഫോർ റോഡ് പർപ്പസിനുള്ള ബൈക്കാണ്. ഇതൊരു ഡേ ടു ഡേ എന്താ പറയുക, ഒരു 9 to 6 ജോബിനൊക്കെ പോണവർക്കും ഇടയ്ക്കൊക്കെ ഒരു ഈവൻ്റ് ഒരു ട്രിപ്പ് പോകാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ മീറ്ററിലേക്ക് വരുമ്പോഴേക്കും സെയിം ഹിമാലയൻ്റെ മീറ്റർ, സെയിം അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല വിസിബിലിറ്റിയൊക്കെ ഉള്ള അത്യാവശ്യം എല്ലാ മോഡ്സും കാണിക്കാൻ പറ്റുന്ന ഒരു മീറ്റർ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡ് കൂൾ എഞ്ചിനാണ് കമ്പനി വണ്ടിക്ക് വരുന്നത്. അതേപോലെ തന്നെ ടാങ്ക് നോക്കണമെങ്കിൽ പക്ക റോഡ്സ്റ്റർ വൈബിലാണ് ഈ വണ്ടി കമ്പനി ഇറക്കിയേക്കണത്. സ്ക്രാംബ്ലറൊക്കെ കണ്ട എനിക്ക് ആ ഒരു സ്പെക്കാണ് ഫസ്റ്റ് എനിക്ക് ഈ ഒരു വണ്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടാങ്ക്, നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ പൊസിഷൻ, അതായത് ഒരു ഫാഷനബിളായിട്ട് നമുക്ക് ഒരു അങ്ങനത്തെ ഒരു സ്പെക്കിലുള്ളൊരു ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ എൻജിൻ 40 Nm ടോർക്കൊക്കെ ആയിട്ടുള്ള ഒരു മാരക എൻജിനാണ്. സെയിം ഹിമാലയൻ്റെ എൻജിൻ തന്നെയാണ്, പക്ഷേ ട്യൂണിങ്ങിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴേക്കും ഗെർല 450 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആണ്. സീറ്റൊക്കെ സിംഗിളായിട്ടുള്ള ഒരു ഇതിലുള്ള സീറ്റാണ്. അതിൽ തന്നെ എന്താ നമുക്ക് ബാക്കിലുള്ള ആൾക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റും. ഷോർട്ട് റൈഡ് കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. ലോങ് ട്രാവലിങ്ങിനൊന്നും അത്ര രസം ഉണ്ടാവില്ല. എന്നാൽ ഇരുന്ന് ഫ്രണ്ടിലിരുന്ന് ഓടിക്കുന്ന ആൾക്ക് ഒരു രക്ഷയില്ലാത്ത കംഫർട്ടബിളായിരിക്കും. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഒരു മോണോഷോപ്പ് സസ്പെൻഷൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. ബാക്കിലെ ടയേഴ്സ് ഇതാണ് 160, അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള ടയേഴ്സ്. എക്സോസ്റ്റ് ആണെങ്കിൽ സെയിം ഹിമാലയൻ എക്സോസ്റ്റ്, എന്നാലും അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ കേൾക്കാനൊരു രസമുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഞാനൊരു 5'7" ഉണ്ട്. എനിക്ക് വളരെ ഫ്ലാറ്റ് ഫുട്ടഡാണ്. നമുക്ക് ഒരു ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ടിരുന്ന്, ഈവൻ ഗേൾസിനാണെങ്കിലും നല്ല രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണിത്. ഇതിൻ്റെ ഹാൻഡിൽ പൊസിഷൻ ആണെങ്കിൽ കുറച്ച് വൈഡറായിട്ട് കുറച്ച് അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഹാൻഡിൽ പൊസിഷനാണ്. നമുക്ക് ഭയങ്കര അഗ്രസീവ് ഫീല് നമുക്ക് വരുന്നുണ്ട്. മിറേഴ്സൊക്കെ നമ്മളെല്ലാ വണ്ടിയിലും കണ്ടിരിക്കണ പോലെ കുറച്ച് ഓൾഡ് സ്കൂളായിട്ടുള്ള മിറേഴ്സൊക്കെയാണ്. ഈ ഒരു ഇഗ്നീഷൻ സ്വിച്ചസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ മോഡ് സ്വിച്ചൊക്കെ വരുന്നത് ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയിലാണ്. അതിൽ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് നമുക്ക് സ്വിച്ചുകളിലൊക്കെ കാണാൻ പറ്റും. ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്, ഇഗ്നീഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ മോഡ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ തന്നെ ഒരു ചെറിയ ജോയ്സ്റ്റിക്കും കമ്പനി കൊടുത്തിട്ടുണ്ട്.
മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണതിന് ജോയിസ്റ്റിക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അതേപോലെ തന്നെ ഓൾ ന്യൂ ടൈപ്പായിട്ടുള്ള USB Type-C ആണ് ചാർജിങ്ങിനായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൈലേജ് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 11 ലിറ്ററുള്ള ടാങ്കിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഭയങ്കരമായിട്ട്, അതായത് നമ്മൾക്ക് ആകെ ഒരു 500 അടിച്ചാൽ തന്നെ വണ്ടിയുടെ ടാങ്ക് ഫുൾ ഫില്ലാവും. അപ്പോൾ ഇറങ്ങിപ്പോണത് നമുക്ക് മീറ്ററിൽ ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അതാണ് മെയിനായിട്ടുള്ളൊരു കോമഡി ആയിട്ട് എനിക്ക് ഈ വണ്ടിയുടെ ഫീൽ ചെയ്തത്. മൈലേജ് ഉണ്ട്, ഒരു 24-25 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഫ്യൂവൽ ഇറങ്ങിപ്പോവും. ബൈക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് യൂസ്ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് ഒരു 9 to 5 ഒരു 9 to 6 ജോബ് ഒക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഒരു വീക്കെൻഡ് റൈഡൊക്കെ പോകാൻ പറ്റുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഡെയിലി റൈഡിന് ഭയങ്കര ഈസിലി ആയിട്ടുള്ളൊരു ബൈക്കാണിത്. പിന്നെ അത്യാവശ്യം ഒരു പവർ ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അധികം ഹൈറ്റ് ഇല്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് റൈഡ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ബൈക്കാണ് സിറ്റീസ് കാര്യങ്ങളിലൊക്കെ. കാരണം ഇത് അത്യാവശ്യം ഫ്ലാറ്റ് ഫൂട്ടഡായിട്ട് എല്ലാവർക്കും പറ്റും. ഓവർ ബൈക്ക് അത്യാവശ്യം റോക്കിംഗ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. അപ്പോൾ ഈ ബൈക്ക് എനിക്കിഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. സീ യു സൂൺ. ബൈ.